പഹൽഗാമിൽ നടന്ന നരഹത്യ ഇന്നും നമ്മൾ എന്താ പറയുക മിങ്ങലോടെയാണ് കാണുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു നരനായാട്ട് തന്നെ പറയാം നടത്തിയത് തീവ്രവാദികളുടെ. പക്ഷേ അത് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന അസിം മുനീറിനോട് എന്തു മറുപടിയാണ് കൊടുക്കാനുള്ളത്? ചിരിക്കുക, മറുപടിയൊന്നും അർഹിക്കുന്നില്ല. അത് ഇവിടുന്ന് മിസൈലുകൾ വരുന്നത് കണ്ട് ഭൂമിക്കടിയിൽ പോയി ഒളിച്ചിരുന്ന മനുഷ്യനാണ് അദ്ദേഹം. അവിടെ അദ്ദേഹത്തിൻ്റെ ശബ്ദം അന്നൊന്നും കേട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ വേറെ നമ്മൾ വായിച്ചെടുക്കാനുള്ള വരികൾക്കിടയിൽ വായിച്ചെടുക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം എന്താ പറയുന്നത്? ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായാൽ ശക്തമായ മറുപടി. ഏത് ഭാവിയിൽ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ തോറ്റു യുദ്ധത്തിൽ. നേരത്തെ എന്താണ് പറഞ്ഞിരുന്നത്? ഇന്ത്യയുടെ 4 വിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ടു, ഞങ്ങളാണ് ജയിച്ചതെന്ന് പറഞ്ഞ ആഘോഷം. അതുപോലെ ഇദ്ദേഹത്തിന് ഫീൽഡ് മാർഷലായിട്ട് പ്രൊമോഷൻ. ഇതൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അതെല്ലാം കള്ളമാണെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ? ഈ ഒരു വാക്ക് നമ്മൾ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കും മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാശ്മീർ വിഷയത്തിൽ അവിടെ നടന്നത് സ്വാതന്ത്ര്യ സമരമാണ്. മുണ്ടുപോക്കി മതം ഏതാണെന്ന് നോക്കിയിട്ട് വെടിവെക്കുന്ന പരിപാടിയാണ് സ്വാതന്ത്ര്യ സമരം. അതും നിരായുധരായിട്ടുള്ള ജനങ്ങളുടെ നേരെ. അതെ, നിങ്ങൾ സ്വാതന്ത്ര്യ സമരമാണെന്നുണ്ടെങ്കിൽ സമരരംഗ അല്ലെങ്കിൽ ഞങ്ങളുടെ സേനാധിപന്മാരുണ്ട്, അവരുടെ നേരെ നിങ്ങൾക്കൊന്ന് വിരൽ ചൂണ്ടാൻ പറ്റുമോ എന്ന് മാത്രമോ? അടികൊണ്ട്, ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ അടികൊണ്ട് തല പൊട്ടി ചോരയൊലിച്ചപ്പോഴും തിരിച്ച് അങ്ങോട്ട് ഒന്നും ചെയ്യാതെ അഹിംസയുടെ മന്ത്രവുമായിട്ട് സ്വാതന്ത്ര്യ സമരം അവർക്കും കൂടെ നേടിക്കൊടുത്ത ഇന്ത്യയോടാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഞങ്ങളുടെ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ നിങ്ങൾക്ക് നേടിത്തന്ന ദാനമാണ്. അത് മറക്കാതിരിക്കുക. എന്നിട്ട് കാശ്മീരിലെ സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ എങ്ങനെ ജനങ്ങൾ 76% വോട്ട് ചെയ്തുകൊണ്ട് ഭൂരിപക്ഷം ജനങ്ങളും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തു. അതുവരെ അവിടെ പലതരത്തിലുള്ള വിഘടനവാദികളും പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ വോട്ടിംഗ് ചെയ്യരുത് എന്ന് പറഞ്ഞ് ജനങ്ങളെ തടഞ്ഞുകൊണ്ടിരുന്നവർ ഇന്ന് എവിടെ? ജനങ്ങൾ മുഴുവൻ ഇന്ത്യയുടെ ജനാധിപത്യത്തിനൊപ്പം നിന്നു. അതിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞതിനോടൊപ്പം നിന്നു. ഉമർ അബ്ദുള്ള എന്ന് പറയുന്ന മുഖ്യമന്ത്രി പോലും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് സ്റ്റേറ്റ് ഹുഡ് വേണമെന്നാണ്, സംസ്ഥാന പദവി. അത് താമസിയാതെ കിട്ടുകയും ചെയ്യും. ഞങ്ങളുടെ ഹിതപരിശോധനകൾ എന്നേ കഴിഞ്ഞു. കാശ്മീരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി വിധി എഴുതി. നിങ്ങൾ പഹൽഗാമിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരം നടത്തിയപ്പോഴുണ്ടല്ലോ, കാശ്മീരിലെ പർദ്ദയിട്ട സ്ത്രീകളാണ് നിങ്ങൾക്ക് മുർദാബാദ് വിളിച്ചുകൊണ്ട് തെരുവിൽ, അവരങ്ങനെ ഇങ്ങനെ ഇറങ്ങാറില്ല, തെരുവിൽ നടന്നത്. നിങ്ങൾ പണം കൊടുത്ത് റബ്ബർ ബുള്ളറ്റ് കൊണ്ട് ഞങ്ങളുടെ പട്ടാളക്കാരെ അവരുടെ വണ്ടികളിലും എറിയിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ നോക്കിക്കോ, ആ പണം കൊടുത്ത് നിങ്ങളിൽ നിന്ന് ഉള്ള തെറ്റായ പാഠങ്ങൾ ഉൾക്കൊണ്ട് ചെയ്ത ആ വൃത്തികെട്ട കാര്യങ്ങൾ അവിടുത്തെ കുട്ടികളും സ്ത്രീകളും പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇപ്പം ഇന്ത്യയോടൊപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് കല്ലെറിയുന്ന ഇത്തരത്തിൽ ഇങ്ങോട്ട് ഈ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന് ഇരട്ടിയുടെ ഇരട്ടി ഇപ്പോൾ പാകിസ്ഥാനിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാവേർ ആക്രമണം എത്ര പേരാണ്? 11 പട്ടാളക്കാരെയാണ്, പട്ടാളക്കാരെ ഉൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടെ വലിയൊരു ചാവേർ ബോംബ് ആക്രമണമാണ് അവിടെ ഉണ്ടായത്. മാത്രമല്ല ബലൂചിസ്ഥാൻ ഒരു ഭാഗത്തു നിന്നാടി, താലിബാന്റെ ഭീഷണി. അപ്പൊ ഇത്തരത്തിൽ നിങ്ങളുടെ സ്വന്തം ജനതയ്ക്ക് പോലും നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ് വീരവാണം മുഴക്കുന്നത്. ഇപ്പോഴും വെള്ളത്തിനായിട്ട് കേഴുന്ന ഒരു രാജ്യം. കേഴുവല്ല, ഞങ്ങൾ 44 നിങ്ങളുടെ നദികൾ 6 നദികളും പിടിച്ചെടുക്കുമെന്നാണ് ബലാവൽ ഭൂട്ടോ പറഞ്ഞത്. ഞങ്ങൾ വന്ന് എവിടെ പിടിച്ചെടുത്തു? നിർജ്ജലീകരണം കൊണ്ടും പട്ടിണി കൊണ്ടും മരിക്കുകയാണ് അവിടെ ആൾക്കാർ ഈ സാഹസത്തിന് പോയിട്ട്. അപ്പോഴാണ് ഇയാളുടെ വീരവാദം. പാകിസ്ഥാൻ നാവിക അക്കാദമിയുടെ പാസിംഗ് ഔട്ട് പരേഡിലാണ്. അവർക്ക് വീര്യം കൊടുക്കണ്ടേ? ആ വീര്യം നിലനിർത്താൻ വേണ്ടി പറയുന്നതാണ്. അതുപോലെ പക്തൂൺ മേഖലയിൽ രഞ്ജിത്ത് പറഞ്ഞതുപോലെ 11 പാകിസ്ഥാൻ പട്ടാളക്കാരെ കളഞ്ഞു തെഹ്രീക്ക് ഇ താലിബാൻ. അതുപോലെ ബലൂചിസ്ഥാനിൽ പട്ടാളക്കാരെ നിരന്തരമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ബലൂച്ച് ഭീകരവാദികൾ, ബലൂച്ച് ലിബറേഷൻ ആർമി. അതാണ് സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരത്തെ ചോരയിൽ മുക്കി കൊന്നിട്ടാണ് പറയുന്നത് കാശ്മീരിൽ അവിടെ നടക്കുന്നു. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഫീൽഡ് മാർഷലെ, നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്?
ഇതൊന്നും 9 കേന്ദ്രങ്ങളും തരിപ്പണമായപ്പോഴും പറയുന്നേ ഇന്ത്യയുടെ വിമാനങ്ങൾ അടിച്ചിട്ട് ഇന്ത്യ തോറ്റു എന്ന്. സത്യം പറഞ്ഞാൽ ഇവരെ തന്നെ ഈ കെട്ടിക്കിടക്കുന്ന തവളെ പോലെയാണ്. അതെ അതെ. പക്ഷെ ഇതിനകത്തുള്ള ജനങ്ങൾക്കറിയാലോ. പക്ഷെ അവിടെയുള്ള ജനങ്ങൾ തന്നെ ഇവർക്ക് തിരിച്ച് ഇത് ചെയ്യാണ്. പക്ഷെ അവരെ അടിച്ചമർത്തി ഇടുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അവർ തന്നെ ഇവരുടെ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു സംഘർഷം ഉണ്ടായപ്പോൾ അതിർത്തിയിലേക്ക് കുറച്ച് പാകിസ്ഥാനികളെ കയറ്റി വിട്ടായിരുന്നു ഇന്ത്യ. അതിർത്തിയിൽ അവർക്ക് വേണ്ട, നിങ്ങൾ അവിടെ കിടന്നോ, ഞങ്ങൾക്ക് വേണ്ട. കാരണം സ്വന്തം ജനങ്ങൾക്ക് പോലും സുരക്ഷിതത്വവും, ഏതൊരു രാജ്യമാണെങ്കിലും നമ്മൾ തന്നെ ഇപ്പോൾ ഇറാനിൽ പ്രശ്നമുണ്ടായി, ഇസ്രായേലിൽ വിഷയമുണ്ടായി. ഇറാനിൽ നിന്ന് ഇസ്രായേലിനും ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളുടെ എംബസി ഇടപെട്ട് എത്രയോ നമ്മുടെ ഇന്ത്യക്കാരെയാണ് നാട്ടിലെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടായപ്പോൾ ഇവിടുന്ന് കുറേ പാകിസ്ഥാനികൾ പോകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടത് അവർക്ക് പോകണമെന്നില്ല അങ്ങോട്ട്. ഇന്ത്യ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അവർ ഈ പറഞ്ഞ അതിർത്തിയിലെത്തിയപ്പോൾ ഇവർ സ്വീകരിക്കുന്നില്ല. അവർക്ക് വേണ്ട, അവർക്ക് സ്വന്തം ജനങ്ങളെ വേണ്ട. അപ്പോൾ സ്വന്തം ജനങ്ങളല്ല അവർക്ക് വലുത്, അവരുടേതായ തീവ്രവാദ രാഷ്ട്രം കെട്ടിപ്പൊടുത്തുക, അത് ലോക രാജ്യങ്ങളിൽ അവരുടെ തീവ്രവാദം വളർത്തുക, എല്ലാ രാജ്യങ്ങളെയും നശിപ്പിക്കുക, അത് എന്തു പറയുക, എല്ലാവരെയും നശിപ്പിക്കുക, എല്ലാവരെയും കൊന്നൊടുക്കുക. ഇതിനെതിരെ തീർച്ചയായിട്ടും ശക്തമായി ഇനിയും ഇന്ത്യ പോരാടുക തന്നെ ചെയ്യും. ഇവരുടെ ഇപ്പൊ അസിമുന്നിൽ കുറെ ഡയലോഗുകൾ ഇറക്കി ഇങ്ങനെ ഓരോ തവണയും വിടുന്നുണ്ട്. പക്ഷെ ഇത് കണ്ട് ഇപ്പൊ ട്രംപ് കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ട്വീറ്റ് ചെയ്യുന്നു. ഇത് ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ട്? രണ്ടും ഒന്നിനും മെച്ചം. അതെ, അവരുടെ വില കെടുത്തി എന്നുള്ളതാണ് സത്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇയാൾ പറഞ്ഞതാണ്, കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരിൽ ലഡാക്ക് എന്നും എല്ലായ്പ്പോഴും രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഇന്ത്യ പലപ്പോഴായി പാകിസ്ഥാനോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എപ്പോഴാണ് ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവ് അങ്ങനെ പറഞ്ഞതായിട്ട് ഏതെങ്കിലും ചരിത്രമുണ്ടോ? അതുപോലെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന് ശേഷം പാകിസ്ഥാൻ നടത്തിയ പ്രത്യാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചിരുന്നു. അത് മനസ്സിലായല്ലോ. അതിന് ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ അസീം മുനീർ ബങ്കറുകളിൽ അഭയം പ്രാപിച്ചതായും പറഞ്ഞ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നിഷേധിച്ചിട്ടില്ലെന്ന് വരെ അദ്ദേഹം ഇതുവരെ നിഷേധിച്ചിട്ടില്ല. വിമാനം വെടിവെച്ചിട്ട് അവിടുത്തെ പല മന്ത്രിമാരും വിദേശ രാജ്യങ്ങളിൽ പോയി, പെട്ടെന്ന് തന്നെ പോയി. വിദേശ രാജ്യങ്ങളിലേക്ക് അപ്പം തന്നെ കടന്നുപോയി. ഒരാൾ അസർബൈജാനിൽ പോയി. അവിടെ ചെന്നാണ് പറഞ്ഞത്, എടാ ഞങ്ങളുടെ നിസ്കാരം സുബഹ് നിസ്കാരം തുടങ്ങുന്ന സമയത്ത് അവന്മാരുടെ മിസൈൽ വന്നടാ ഞങ്ങളുടെ ദേഹത്ത് കൊണ്ടു, സുബഹ് നമസ്കാരം നടത്തിയിട്ട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ, അതിന് മുമ്പേ അവന്മാരുടെ മിസൈൽ വന്ന് കയറി എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള വിടുവായത്വം കൊണ്ട് നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ബിലാവൽ ഭൂട്ടോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പറഞ്ഞത്, ഇന്ത്യ വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ നദികൾ പിടിച്ചടക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ ഇതിപ്പോൾ ഈ സമയത്ത് കയറ്റി അയക്കാൻ ഒന്നുമില്ല, ആകെ ഉള്ളത് കഴുതകൾ. അവരുടെ പുറത്തേക്ക് കയറ്റി അയക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ കഴുതകൾ മാത്രമാണ്. ആ കൂട്ടത്തിലൊരു കഴുതയായിട്ട് മാത്രം നമുക്ക് ബിലാവലിനെ കരുതിയാൽ മതി. കാരണം പട്ടിണി കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരത കൊണ്ടും ആ രാജ്യം പാതാള ലോകത്തേക്ക് പതുക്കെ താണുകൊണ്ടിരിക്കുകയാണ്. കപ്പലുകൾക്ക് ഇന്ത്യ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ കപ്പലുകൾക്ക് ഇന്ത്യൻ തീരത്ത് അടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് അവർക്ക് കിട്ടുന്നത് പ്രധാനമായിട്ടും. ആ സാധനങ്ങൾ ഇന്ത്യ സ്വയം പര്യാപ്തമാണ്, അവർ സ്വയം പര്യാപ്തമല്ല. ഈ സാധനങ്ങൾ കറങ്ങി തിരിഞ്ഞ് മൂക്കിൽ തൊടാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന പോലെ പോകണം. വില കൂടുതൽ, സാധന ദൗർലഭ്യം, ഇതെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പാക് റുപ്പിയുടെ മൂല്യം ഇടിഞ്ഞ് തകർന്ന് പാതാളത്തോളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പിടിച്ചു നിൽക്കാൻ വളരെ പാടുപെടുന്ന ഒരു രാഷ്ട്രം അപ്പോൾ അതിൻ്റെ ജനങ്ങളുടെ വീര്യം ഉണർത്താൻ വേണ്ടി നടത്തുന്ന വെറും കേവല ജൽപ്പനങ്ങളായിട്ട് മാത്രമേ നമുക്കിതിനെ കാണേണ്ടതുള്ളൂ. ഒരു ഗൗരവവും അർഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈയിടെ അസീം മുനീർ അവിടെ പോയി വാഷിങ്ടണിൽ പോയി നല്ലൊരു സദ്യയൊക്കെ ഉണ്ടിട്ട് വന്നു. അത് എല്ലിൽ കുത്തുന്നതിൻ്റേതായിട്ടുള്ള ഒരു വീരസ്യമായിരിക്കാം ഇദ്ദേഹം പറഞ്ഞത്. ഇത് അതുപോലെ ചെയ്തു കൊടുക്കുമെന്നുള്ളൊരു ധൈര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ പണമില്ല, പൈസ കിട്ടാതെ ഒന്നും കൊടുക്കും. നല്ലൊരു കച്ചവടക്കാരനാണ്, നല്ലൊരു വ്യാപാരിയാണ് ട്രംപ്. കളിയൊന്നും നടക്കുകയില്ല ഇവിടെ.